പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ചുറ്റുപാടിലും മറ്റുള്ളവരിലും ക്രിസ്തു വന്ന് പിറക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു. അലക്സാണ്ടർ പോപ്പ് എന്ന കവി പറഞ്ഞൊരു വാചകം നിങ്ങൾക്കറിയാമായിരിക്കും. 1000 പ്രാവശ്യം ഉണ്ണി പുൽക്കൂട്ടിൽ പിറന്നാലും ഒരു പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ല എങ്കിൽ ആ പിറവി കൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്ന്. ഈ ക്രിസ്മസ് ദിനത്തിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കട്ടെ എന്ന്, ഈശോ പിറക്കട്ടെ എന്ന്, രക്ഷകൻ പിറക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നൽകുന്നത് വിശുദ്ധ യോഹന്നാനാണ്. വളരെ ചുരുക്കി യോഹന്നാൻ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവം വചനമായിരുന്നു. യോഹന്നാൻ 1:14 പറയുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ചുരുക്കം പറഞ്ഞാൽ ദൈവം ലോകത്തിലേക്ക് വന്ന് നമ്മോടുകൂടെ കൂടാരമടിച്ച സംഭവമാണ് ക്രിസ്മസ്. അതുകൊണ്ട് അത്തനേഷ്യസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവീകനാക്കുന്നതിന് വേണ്ടി, ദൈവം ദരിദ്രനായ മനുഷ്യനെ സമ്പന്നനാക്കുന്നതിന് വേണ്ടി, ദൈവം ശൂന്യവൽക്കരിച്ചു ശൂന്യമായ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനെ കുറിച്ച് എത്രയോ സന്ദേശങ്ങൾ നൽകാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഒരു സന്ദേശം നൽകുകയാണ്. അതായത് ക്രിസ്മസ് ചെറുതാകലിൻ്റെ, എളിമപ്പെടുന്നതിൻ്റെ, വിട്ടുകൊടുക്കുന്നതിൻ്റെ, സ്വയം ശൂന്യവൽക്കരിക്കുന്നതിൻ്റെ തിരുനാളാണ്. ബെത്ലഹേം എന്ന സ്ഥലത്തല്ലേ ഈശോ പിറന്നത്? ആ ബെത്ലഹേം ദൈവം ചുരുങ്ങിയ സ്ഥലമാണ്, ദൈവം ചെറുതായ സ്ഥലമാണ്, ദൈവം സ്വയം ശൂന്യവൽക്കരിച്ച സ്ഥലമാണ്. വാസ്തവത്തിൽ ഈ എളിമയും ഈ സ്വയം ചുരുങ്ങലും ഈ വിട്ടുകൊടുക്കലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ രാജ്യവും നമ്മുടെ ലോകമൊക്കെ രക്ഷപ്പെടും. ലോകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ദൈവം നൽകുന്ന സന്ദേശമാണ് ക്രിസ്മസ്. എങ്ങനെ മനുഷ്യൻ ചെറുതാകണമെന്ന്, എങ്ങനെ മനുഷ്യൻ കുനിയണമെന്ന്, എങ്ങനെ മനുഷ്യൻ പൊരുത്തപ്പെടണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ് ഈ ക്രിസ്മസ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഈ ഒരു സന്ദേശം ജീവിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ സ്നേഹാശംസകളും ഞാൻ നേരുന്നു. സന്തോഷവും സമാധാനവും ആനന്ദവും പങ്കുവയ്ക്കലും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.